ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കാം. എന്നിട്ട് എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറി മാറി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഷെൽഫൊക്കെ ഒന്ന് നല്ല ഭംഗിയായിട്ട് വെക്കാം. അപ്പം ഞാൻ ഈ കുപ്പികളൊക്കെ മാറ്റിയിട്ട് അപ്പോൾ അവിടെ ചില്ല് ഗ്ലാസ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ല അടിപൊളി ജഗ്ഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ഭംഗിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഷെൽഫിൽ എല്ലാം മാറ്റണം കേട്ടോ. അപ്പൊ ആ ശബ്ദം കേൾക്കണ കിളികളുടെ ശബ്ദം ഉണ്ടാ പാടമുള്ള ബാക്കിൽ അപ്പൊ കിളികളെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ട നല്ല കിളികളെ ശബ്ദമാണത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഇവിടെ ഒന്ന് തുടക്കട്ടെ. അപ്പൊ അധികം പൊടിയൊന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ തുടക്കുന്നുള്ളൂ കേട്ടാ. ചില്ലി ഗ്ലാസ്സൊക്കെ മുകളിലെ ഷെൽഫിലാണ് ട്ടോ വെച്ചേക്കണത്. അപ്പം ഞാൻ അതിൻ്റെ കിച്ചൺ സ്റ്റവിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അത് എടുക്കാനായിട്ട്, അല്ലാണ്ട് കൈയെത്തൂല. അപ്പം അത് ഓരോന്നായിട്ട് എടുത്ത് വെക്കട്ടെ. അപ്പൊ ഓരോ ബോട്ടിലും ഞാൻ തുടച്ച് ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ട് ചെറിയ പൊടികളുണ്ട്. അപ്പൊ അത് ബോട്ടിലൊക്കെ തുടച്ച് വെച്ച് പിന്നെ ആ മറ്റേ ഷെൽഫിലെ സാധനങ്ങളൊക്കെ ഇറക്കി മിക്സിയൊക്കെ ഇപ്പുറത്തെ ഷെൽഫിലേക്ക് വെക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ എപ്പോഴും ഒരേ രീതിയിലിരുന്നാല് നമുക്കൊരു ഇതുണ്ടാവില്ല. ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് വെക്കണം. അപ്പൊ മിക്സിന്റെ ജാറൊക്കെ ഇപ്പുറത്തേക്ക് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അധികം എടുക്കാത്തതൊക്കെ ആ ഷെൽഫിലേക്ക് വെക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എല്ലാം കൂടി ആവുമ്പോ ഇങ്ങനെ കട്ട കുത്തി ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ. അപ്പൊ അധികം എപ്പോഴും എടുക്കാത്തതാണല്ലോ. അപ്പൊ അത് അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ചില്ലി ഗ്ലാസ് നമുക്ക് ആ ഷെൽഫിൽ വെക്കാം. അപ്പൊ ചില്ലി ഗ്ലാസ്സൊക്കെ ഞാൻ കഴുകി കമത്തി വെച്ചിട്ടുണ്ടായിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ച് അങ്ങോട്ട് വെക്കണേണ്. അപ്പൊ ചില കഴുകണതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പൊ ചില്ല് ഗ്ലാസ്സൊക്കെ ഇതേപോലെ കളക്ട് ചെയ്ത് വെക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ കൂട്ടുകാരെ? അപ്പൊ നല്ല രസമാണല്ലേ ഇങ്ങനെ ഓരോ മോഡൽ ഗ്ലാസ് വാങ്ങിച്ചിട്ട് ഇതേപോലെ വെക്കണം. അപ്പൊ ഷോക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ നമുക്ക് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടുക്കള സെറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ജഗ് കണ്ടില്ലേ, ഇത് ഞാൻ പാണാവിള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഭരണി ആലുവ മണപ്പുറത്ത് ശിവരാത്രി അപ്പൊ പോയപ്പോ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അടിയിലെ ഇതും കൂടി ഒന്ന് തുടക്കട്ടെ. ബോട്ടിലൊക്കെ മാറ്റി അവിടെയും കൂടി ഒന്ന് തുടക്കട്ടെ. അപ്പൊ ഇവിടെ തുടച്ചിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെ നമുക്ക് എപ്പോഴും ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന പൊടികൾ അത് മാത്രം ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ടാ. ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ കട്ട കൂടി ഇരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ രണ്ട് സൈഡായിട്ട് നല്ല ഫ്ലവർ വൈസ് വെക്കണമെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പൊ ഇനി കടയിൽ പോകുമ്പോൾ രണ്ടെണ്ണം മേടിക്കണം. അപ്പൊ ചൂണ്ടിയിലെ കടയിൽ ഞാൻ വില ചോദിച്ചിട്ടുണ്ടായി, ഒരെണ്ണത്തിന് 90 രൂപ. അപ്പൊ ഇനി പോകുമ്പോ മേടിക്കണം. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. അടുക്കള നല്ല ഭംഗിയായിട്ട് കിടക്കുമ്പോ നമുക്ക് ജോലി എടുക്കാനുള്ള ഉത്സാഹം ഉണ്ടാവും അല്ലെ? സന്തോഷത്തോടെ ജോലി എടുക്കാൻ എനിക്ക് അങ്ങനെ ഉണ്ടാ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമന്റിലൂടെ ഒന്ന് പറയണേ.
അപ്പൊ ഈ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇടുന്ന ബോട്ടില് നല്ല ചില്ലിന്റെ നല്ല ഭംഗിയുള്ള ബോട്ടിൽ എനിക്ക് അതിലിട്ട് വെക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ട്ടാ. അപ്പൊ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനത്തെ ബോട്ടിൽ വാങ്ങിച്ചു തരും. അപ്പൊ ഇവിടെ വെക്കുമ്പോ നല്ല രസമായിരിക്കും. ഒരു 6 മതി അല്ലേ? അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇവിടെ വെക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാശ് കിട്ടുമ്പോ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി കിച്ചൺ സ്ലാബ് ഒന്ന് തുടച്ചിട്ട് സ്റ്റൗ ഒന്ന് തുടച്ചിടട്ടെ. അപ്പൊ കുക്കിംഗ് ഒക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടോ. അപ്പൊ സ്റ്റൗ തുടച്ചിട്ടുണ്ടായില്ല. ഏതായാലും ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താനായിട്ട് സ്റ്റൗ തുടക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇന്ന് സ്കൂള് തുറന്നല്ല. അപ്പൊ സ്കൂള് തുറന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ കഴിയും. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാരും എന്റെ വീഡിയോ കാണണേ. കുറച്ച് വീഡിയോ കണ്ട് കഴിയുമ്പോ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എന്റെ ചാനല് മുമ്പോട്ട് പോകുള്ളൂ. അതാണ് ട്ടാ. അപ്പൊ കോമഡി ആയിട്ടുള്ള ഒരു ചലഞ്ച് വീഡിയോ ഞാൻ ഇതിന്റെ മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട് ട്ടാ. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണേ. പിന്നെ മലന്റെ മുകളിൽ കൂടി ഓ ഭയങ്കര കഷ്ടപ്പെട്ട് കയറി. നല്ല ഭംഗിയുണ്ട് ട്ടോ സ്ഥലങ്ങളൊക്കെ കാണാൻ. അപ്പൊ അത് ട്രിപ്പ് പോയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരൊന്ന് പോയി കാണണോട്ടാ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണോട്ടാ. അപ്പൊ എന്റെ കുഞ്ഞടുക്കള എല്ലാവർക്കും ഇഷ്ടമായ കൂട്ടുകാരെ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.